നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വിസ്മയ പ്രകടനങ്ങളോടെ കലയുടെ പൂരം ശക്തന്റെ മണ്ണിൽ തുടരുന്നു. കിരീടപ്പൂരിൽ കണ്ണൂർ മുന്നിൽ, തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും DJ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. പുന്നൂർ തീരദേശ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാതെ സർവീസ് നടത്തുന്നത് തുടരുകയാണെന്ന ആക്ഷേപം. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. സംഭവം പെരുമ്പിലാവ് സെന്ററിൽ ഇന്നലെ രാത്രി 10:30 പുകയുയർന്നതോടെ യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ കാറിലുണ്ടായിരുന്ന 5 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. വിസ്മയ പ്രകടനങ്ങളോടെ കലയുടെ പൂരം ശക്തന്റെ മണ്ണിൽ തുടരുന്നു. കിരീടപ്പൂരിൽ കണ്ണൂർ തന്നെയാണ് മുന്നിൽ. 589 പോയിന്റ് നേടിയാണ് കണ്ണൂരിന്റെ മേധാവിത്വം. 577 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ തൃശൂരും കോഴിക്കോടുമാണ്. കഴിഞ്ഞ തവണ റണ്ണറപ്പുകളായ പാലക്കാട് 571 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. മേള സമാപിക്കാൻ കേവലം 2 ദിവസം മാത്രം അവശേഷിക്കെ അതിശക്തമായ മത്സരമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത്. ഇന്ന് കുച്ചിപ്പുടി, വൃന്ദവാദ്യം, മലയപ്പുലയാട്ടം, ചവിട്ടുനാടകം, ഭരതനാട്യം, നാടൻപാട്ട്, പൂരക്കളി, നങ്ങ്യാർകൂത്ത്, മോണാക്ട് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരമുണ്ടായി. വലിയ ആസ്വാദക പിന്തുണയാണ് മത്സരങ്ങൾക്ക് ലഭിക്കുന്നത്. തേക്കിൻകാട്ടെ 3 വേദികളിലെ മത്സരങ്ങളും നിറഞ്ഞ കാണികൾക്ക് മുൻപിലാണ് നടന്നത്. ആശയങ്ങൾ കൊണ്ടും അവതരണം കൊണ്ടും സംസ്ഥാന കലോത്സവത്തിലെ നാടകവേദി ആസ്വാദകരുടെ മനം കവർന്നു. സമകാലീന സംഭവങ്ങളിലൂടെ സമൂഹത്തിനുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു വിദ്യാർത്ഥികളുടെ അഭിനയ കലയിലൂടെയുള്ള പ്രകടമായത്. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 11ാം വേദിയായ കർണികാരത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം നാടകം അരങ്ങേറിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കുട്ടിക്കൂട്ടങ്ങൾ തകർത്തഭിനയിച്ചത്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ കലാകാരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ അഭിനയ മുഹൂർത്തമായി. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് വേങ്ങാട് EK നായനാർ ഹയർ സെക്കൻഡറി സ്കൂൾ അരങ്ങിലെത്തിച്ച ഓട്ടോച്ചി കല്യാണി എന്ന നാടകം ശ്രദ്ധേയമായി. മറ്റുള്ളവരുടെ കഴിവുകളുടെ പിതൃത്വമേറ്റെടുത്ത് കേമന്മാരാകാൻ ശ്രമിക്കുന്നവർ ചെന്നുചാടുന്ന അപകടത്തെ ഓർമ്മപ്പെടുത്തുന്ന നാടകമായിരുന്നു ഇത്. പ്രതികാര മനോഭാവവും അപകർഷതാബോധവും നല്ലതല്ലെന്ന് ഈ നാടകം ഉദ്ബോധിപ്പിച്ചു. അപ്പീലിലൂടെ എത്തിയ ഈ നാടകം A ഗ്രേഡ് കരസ്ഥമാക്കി. മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധം കാരണം അഭയാർത്ഥികളാക്കപ്പെടുന്ന റോഹിംഗ്യൻ കുട്ടികൾ നേരിടേണ്ടി വന്ന ദുരിതമായിരുന്നു തലശ്ശേരി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ചുഴി എന്ന നാടകത്തിന്റെ പ്രമേയം. കാസർഗോഡ് ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ വേദിയിലെത്തിച്ച അരണപ്പാച്ചിൽ എന്ന നാടകം അരണ കടിച്ചാലുടൻ മരണമെന്ന പ്രചാരണത്തെ പൊളിച്ചടുക്കി. കോട്ടയം ഭരണങ്ങാനം SSGHSS അവതരിപ്പിച്ച C4 ചിക്കൻ നാടൻ കോഴികൾക്കിടയിലെത്തിപ്പെടുന്ന ബ്രോയിലർ കോഴികളുടെ കഥയാണ് പറഞ്ഞത്. പഴമയെ പൂർണ്ണമായും അവജ്ഞതയോടെ സമീപിക്കുന്ന പുതിയ തലമുറയോടുള്ള ചോദ്യമാണ് തിരുവനന്തപുരം നെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റം GHSSന്റെ അമ്മകം എന്ന നാടകം ഉയർത്തിയത്. ആകെ 18 നാടകമാണ് ഉണ്ടായിരുന്നത്.
ഹയർ സെക്കൻഡറി വിഭാഗം നാടകം നാളെ നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സൗജന്യ നാരങ്ങ വെള്ളം വിതരണം ചെയ്ത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റ്. കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ പ്രധാന വേദിയുടെ മുൻവശത്തായാണ് പ്രത്യേക പന്തൽ ഒരുക്കി നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്നത്. തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ ഉദ്യമമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രളയം, ചുരൽമര ദുരന്തം തുടങ്ങിയ സമയങ്ങളിൽ ഒറ്റപ്പെട്ടവർക്കും ഇവർ സൗജന്യ ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നു. കലോത്സവം സമാപിക്കും വരെ ചൂടിൽ വലയുന്നവർക്ക് ദാഹവും ക്ഷീണവും അകറ്റാൻ നാരങ്ങ വെള്ളം വിതരണം ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തൃശ്ശൂർ യൂണിറ്റിൻ്റെ ഭാരവാഹികളാണ്. ഞങ്ങൾ ഈ കലോത്സവത്തിന് ഈ ചുട്ടുകൊള്ളുന്ന ഈ കലോത്സവത്തിൽ വരുന്ന എല്ലാവർക്കും ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ചൂരൽമല ഉരുൾപൊട്ടുണ്ടായപ്പോഴും ഞങ്ങൾ KHRA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ ദുരന്ത സ്ഥലത്തും ഞങ്ങൾ എല്ലാ സഹായം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ 3-ാം ദിവസമാണ് വരുന്ന എല്ലാവർക്കും നല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി, നല്ല ശുദ്ധമായ നാരങ്ങ വെള്ളം, നല്ല വെള്ളം നോക്കി എടുത്ത് വളരെ ഹൈജീനിക്കായിട്ട് വെള്ളം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച അറബിക് സെമിനാറിന്റെ ഭാഗമായി വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. പെരുമ്പില വറക്കൽ MUM LP സ്കൂളിൽ നിന്ന് വിരമിച്ച കാക്കൂർ മടത്തുംപുറം സ്വദേശി CM റഫീഖ്, പെരുമ്പില വാൾത്തറ MUM LP സ്കൂളിൽ നിന്ന് വിരമിച്ച പാവറട്ടപ്പുറം സ്വദേശി KP അബ്ദുൽ ഹക്കീം എന്നിവരെയാണ് ആദരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉപഹാരം സമ്മാനിച്ചു. മറ്റു വാർത്തകൾ. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും DJ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ അപകടമുണ്ടായത്. പാവർട്ടിയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞു വരികയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ DJ പാർട്ടി സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് കേച്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ്സിലും അക്കിക്കാവ് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറിലും കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സും പിക്കപ്പ് വാഹനവും നടുറോഡിൽ മറിഞ്ഞു. പിക്കപ്പ് വാൻ മറിഞ്ഞ് കാസർകോട് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചു. കാറിലും പിക്കപ്പിലുമുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിടിച്ച് റോഡരികിലുള്ള തട്ടുകടകളും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരെ യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരുമപ്പെട്ടി പോലീസും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചെടുത്തു മാറ്റി. റോഡിൽ പരന്ന ഓയിൽ ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കി. സെന്ററിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി മാറ്റണമെന്നും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ വ്യാഴാഴ്ച രാത്രി 10:30-യോടെയാണ് അപകടം. കാറിൽ നിന്നും പുകയുയർന്നതിനെ തുടർന്ന് യാത്രക്കാർ കാർ നിർത്തി ഇറങ്ങി ഓടിയതിനാൽ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ ഭാഗികമായി തീയണച്ചു. നാട്ടുകാർ അറിയിച്ചതോടെ കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, ജിഷ്ണു, ടോണി, നവാസ്, ശരത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തെത്തിയത്. സംഭവം അറിഞ്ഞ് ഹൈവേ പോലീസും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പുന്നൂർ തീരദേശ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാതെ സർവീസ് നടത്തുന്നത് തുടരുകയാണെന്ന ആക്ഷേപം. പോലീസും മോട്ടോർ വാഹന വകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുന്നയൂർ പഞ്ചായത്തിന്റെ തീരമേഖലയിലെ വിവിധ ബസ് സ്റ്റോപ്പുകളിലാണ് പൊന്നാനി ഭാഗത്തുനിന്ന് ചാവക്കാട് ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെയും വിദ്യാർത്ഥികളെ കയറ്റാതെയും സർവീസ് നടത്തുന്നത്. എടക്കഴിയൂർ സീതി സാഹിബ് മണത്തല ഗവൺമെന്റ് സ്കൂൾ, ചാവക്കാട് MRRM സ്കൂൾ ഉൾപ്പെടെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ സ്വകാര്യ ബസ്സുകളെയാണ് സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. ബസ്സുകൾ കുട്ടികളെ കയറ്റാത്തത് മൂലം പല ദിവസങ്ങളിലും അധ്യയനം മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഇതേ തുടർന്ന് പൊതുപ്രവർത്തകൻ മൊയ്തുണ്ണി ആലത്തയിൽ, നൌഷാദ് കിഴക്കൂട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം രക്ഷിതാക്കൾ ഒപ്പിട്ട പരാതി വടക്കേക്കാട് പോലീസിന് നൽകിയിരുന്നു. വടക്കേക്കാട് പോലീസിന് ഇന്നലെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിനെയും തെക്കോട്ട് ചാവക്കാട് റൂട്ടിൽ പോകുന്ന ബസ്സിൽ കയറ്റുന്നില്ല. ഇത് വളരെ സീരിയസ്
ഉണ്ടായ ഒരു സംഭവമാണ്. വിദ്യാർത്ഥികളുടെ പഠിപ്പ് ആഴ്ചയിൽ 2, 3, 4 ദിവസങ്ങൾ മുടങ്ങുകയാണ്. മണക്കര സ്കൂളിലേക്കും ചാവക്കാട് എടക്കേരി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടികളും കയറ്റുന്നില്ല. പോലീസ് അടിയന്തരമായ നടപടികൾ എടുക്കണം. അല്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. ഞങ്ങൾ കംപ്ലീറ്റ് ബസ്സുകളും ഞങ്ങൾ തടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പൊ നമുക്കിപ്പോ എന്ത് വേണം? പോലീസിന് പരാതി കൊടുക്കണ്ടേ? പോലീസിൽ നമുക്ക് പരാതി കൊടുത്തിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയണത്, നാട്ടുകാര്, രക്ഷിതാക്കള്. അതുകൊണ്ട് നിങ്ങള് എല്ലാ രക്ഷിതാക്കളെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, അല്ലേ? അതല്ലേ വേണ്ടേ? എന്നിട്ട് നമുക്ക് പോലീസിൽ നമുക്ക് പരാതി കൊടുത്തിട്ട് ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കണം, അല്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബസ്സുകൾ നിർത്തിച്ച് കുട്ടികളെ കയറ്റിയെങ്കിലും പിന്നീട് സ്ഥിതി പഴയപടിയായി. അതേസമയം ബസ് നമ്പറുകളടക്കം വിവരങ്ങൾ ശേഖരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അകലാട് കാട്ടിലപ്പള്ളി ബീച്ചിൽ ഗൃഹനാഥനെ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചതായി പരാതി. കാട്ടിലപ്പള്ളി സ്വദേശി കല്ലുവളപ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ഇസ്മായിലിനാണ് ക്രൂരമർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 11:45 സംഭവത്തിൽ 3 പേർക്കെതിരെ വടക്കേക്കാട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കാട്ടിലപ്പള്ളി സ്വദേശികളായ അഷ്റഫ്, അബ്ദുൽ ഖാദർ, നൌഷാദ് എന്നിവർക്കെതിരെയാണ് കേസ്. അബ്ദുൽ ഖാദറിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മർദ്ദിച്ചത്. മുഖത്തും നട്ടലിനും സാരമായി പരിക്കുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 7,08,67,213 രൂപയും 1 കിലോ 772 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 16 കിലോഗ്രാം 590 ഗ്രാം വെള്ളിയും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച ഈ ഭണ്ഡാരങ്ങൾ വഴി 6,82,919 രൂപയും ലഭിച്ചു. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ദുരിതത്തിലായി നാട്ടുകാർ. വടക്കേക്കാട് പഞ്ചായത്തിലെ 9ാം വാർഡിലെ വൈദ്യൻ റോഡിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലായുള്ള അരസെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പൊതുക്കിണറിലെ വെള്ളമാണ് നിറവ്യത്യാസവും മണവും കാരണം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായതോടെ ജനം ബുദ്ധിമുട്ടിലായത്. ആഴ്ചകളായി പ്രദേശത്തെ കുടുംബാംഗങ്ങൾ കുടിക്കുന്നതിനും നിത്യവൃത്തിക്കുമുള്ള വെള്ളത്തിനായി പരിസരത്തെ വീടുകളെയാണ് ആശ്രയിക്കുന്നത്. 38 വർഷം പഴക്കമുള്ള ഈ കിണർ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സായിരുന്നു. എന്നാൽ സമീപത്തെ വീടുകളിൽ കിണറുകൾ ലഭിച്ചതോടെ 2 കുടുംബങ്ങളാണ് ഈ കിണറിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. 5 വർഷമായി കിണർ ഉപയോഗിക്കാൻ കഴിയാതായിട്ട്. കിണറിന്റെ റിങ്ങുകൾ തകരുകയും ചുറ്റും കുഴികൾ രൂപപ്പെടുകയും കിണറ്റിലേക്ക് ചെളി നിറയുകയും ചെയ്തതിനാൽ വെള്ളം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. കാലവർഷമായാൽ നിത്യവൃത്തിക്ക് മാത്രമേ ഈ വെള്ളം പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്തിലും ജനപ്രതിനിധികളെയും അറിയിച്ചപ്പോൾ 5 വർഷത്തിനുള്ളിൽ 2 തവണ മണ്ണടിച്ച് കിണറിന് ചുറ്റും രൂപപ്പെട്ട കുഴികൾ നികത്തിയിരുന്നു. എന്നാൽ മണ്ണെല്ലാം കിണറിലേക്ക് വീണ്ടും എത്തുകയും കിണർ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. വടക്കേക്കാട് പഞ്ചായത്തിൽ നിരവധി പൊതുകിണറുകളുണ്ട്. വേണ്ട രീതിയിൽ വൃത്തിയാക്കാനോ പ്രദേശവാസികൾക്ക് ഉപയോഗപ്രദമാക്കുവാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. വേനൽക്കാലമായാൽ വീടുകളിലേക്ക് വലിയ തുക ചെലവിട്ട് കുടിവെള്ളം എത്തിക്കേണ്ട സ്ഥിതിയാണ്. പൊതുകിണറുകൾ വൃത്തിയാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഗുരുവായൂരിൽ നിന്നുള്ള വൈകുന്നേരത്തെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു. ഏറെക്കാലമായി യാത്രക്കാർ ആവശ്യപ്പെടുന്ന ട്രെയിൻ സർവീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഗുരുവായൂരിൽ നിന്ന് വൈകിട്ട് 6:10 പുറപ്പെട്ട് 6:50 തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെട്ട് 8:45 ഗുരുവായൂരിലെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് സമയക്രമം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും എന്നു മുതലാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ജനുവരി 11 നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് പ്രസുതേന്തി വാഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ച് വയ്ക്കലും നടക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 6:15 ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത് ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും.
തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ CJ വിൻസൺ മാസ്റ്റർ, തോമസ് ടോമി, ജോബ് കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ മേഖലയിലെ ഫോട്ടോഗ്രാഫറും മികച്ച കർഷകനുമായിരുന്ന ഷൈജു ബീറ്റയെ അനുസ്മരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി നൌഷാദ്, മേഖലാ ഇൻചാർജ് ലിജോ പി ജോസഫ്, ട്രഷറർ ജോജിൻ രാജ്, ജില്ലാ കമ്മിറ്റി അംഗം സുനിൽ വയലത്തൂർ, സീനിയർ ഫോട്ടോഗ്രാഫർ ബാപ്പിന് മുഹമ്മദ് തുടങ്ങി മേഖലയിലെയും 4 യൂണിറ്റുകളിലെയും ഭാരവാഹികളും മറ്റംഗങ്ങളും സംസാരിച്ചു. ഷൈജു ബീറ്റയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയുമുണ്ടായി. ഗുരുവായൂരപ്പനെ കാണിക്കയായി 12 പവനോളം തൂക്കം വരുന്ന 2 സ്വർണ്ണമാലകൾ ഗുരുവായൂർ കാരക്കാട് റോഡിൽ ശ്രീനിധി ഇല്ലത്ത് ശിവകുമാറും പത്നിയും ചേർന്നാണ് കണ്ണന് സ്വർണ്ണമാലകൾ സമർപ്പിച്ചത്. മുത്തുകൾ ചേർത്ത് ലക്ഷ്മി ദേവിയുടെ രൂപം ആലേഖനം ചെയ്ത ലോക്കറ്റോടുകൂടിയ 57 ഗ്രാമിന്റെ സ്വർണ്ണമാലയും ഗണപതി രൂപം മുദ്രണം ചെയ്ത ലോക്കറ്റോടുകൂടിയ 41 ഗ്രാമിന്റെ മറ്റൊരു മാലയുമാണ് സമർപ്പിച്ചത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മാലകൾ ഏറ്റുവാങ്ങി. വഴിപാടുകാർക്ക് ദേവസ്വം തിരുമുടി മാലയും കളഭവും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദ കിറ്റ് നൽകി. ശിവകുമാർ നേരത്തെയും സ്വർണ്ണമാലകളും വജ്ര കിരീടവും വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട്. പഴയകാല നാടക, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്ര ഭാരവാഹിയുമായിരുന്ന വെള്ളാറ്റഞ്ഞൂർ MGS നായരെ ജന്മനാട് ആദരിച്ചു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം ഒരുക്കിയത്. ഗ്രാമീണ നാടക കലാപ്രവർത്തനം വെള്ളാറ്റഞ്ഞൂരിൽ നിലച്ചുപോയെങ്കിലും തുടർ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു MGS നായർ. ഒരു ഗ്രാമത്തിന്റെ സാംസ്കാരിക വളർച്ചയുടെ നാഴികക്കല്ലാണ് കലാപ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് MGS. ഉപഭോഗ സംസ്കാരവും പുത്തൻ സാമ്പത്തിക ശാസ്ത്രവും പഴയ കാലഘട്ടത്തിൽ വെല്ലുവിളികളായിരുന്നുവെങ്കിലും അത് അതിജീവിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു എന്ന് MGS ഓർക്കുന്നു. ഉത്സവപ്പറമ്പുകളിലും മറ്റ് ഗ്രാമീണ ഉത്സവങ്ങളിലും നിറഞ്ഞുനിന്ന ഗ്രാമീണ നാടകങ്ങൾക്കു പകരം പ്രൊഫഷണൽ നാടകങ്ങൾ സ്ഥാനം പിടിക്കും മുമ്പാണ് നാടകപ്രവർത്തനം ഹരമായി കൊണ്ടു നടന്നിരുന്ന വെള്ളാറ്റഞ്ഞൂർ മഠത്തിൽ ശങ്കരൻകുട്ടി നായർ എന്ന MGS നാടകരംഗത്തെത്തുന്നത്. 1960-ൽ ആദ്യ നടനായും പിന്നീട് നാടകരചയിതാവായും സംവിധായകനുമായും നാടകരംഗത്ത് നിറഞ്ഞുനിന്നു. വെള്ളാറ്റഞ്ഞൂർ മഹിളാ സമാജം ഉദ്ഘാടനവുമായുണ്ടായ തർക്കമാണ് സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്യാനുള്ള പ്രേരണയുണ്ടാക്കിയത്. അന്ന് MGS എഴുതിയ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം രംഗത്ത് അവതരിപ്പിച്ചു. സമീപമുള്ള സ്കൂളുകളായ എരുമപ്പെട്ടി, വേലൂർ, ചൂണ്ടൽ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി നിരവധി ഏകാംഗ നാടകങ്ങൾ എഴുതി. വടക്കാഞ്ചേരി ബ്ലോക്ക് തലത്തിൽ കിരാലൂരിൽ നടന്ന 7 ദിവസത്തെ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പുലിയന്നൂർ കേന്ദ്രമാക്കി അമ്പിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരണത്തിന് നേതൃത്വം നൽകി. ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വഞ്ചകി എന്ന നാടകമെഴുതി സംവിധാനം ചെയ്തു. ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ നാടക പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ച MGS തുടർന്നുള്ള കുറച്ചു വർഷം ജീവിത പ്രശ്നങ്ങൾ മൂലം നാടകരംഗത്ത് നിന്ന് മാറി നിന്നു. എഴുതിയ നാടകങ്ങളുടെ പകർപ്പ് ഇപ്പോഴില്ലെങ്കിലും നാടകമുഹൂർത്തങ്ങളും നാടകത്തിലെ സംഭാഷണങ്ങളുമെല്ലാം ഇന്നും MGSന് ഓർമ്മയുണ്ട്. പഴയ വടക്കേക്കാട് പഞ്ചായത്ത് അംഗമായിരുന്ന ഭാര്യ ചന്ദ്രമതിയമ്മ, മക്കൾ ജയപ്രകാശ്, രാജേഷ്, രജനി എന്നിവരും പേരക്കുട്ടി ഹരിശങ്കറും കലാസാംസ്കാരിക രംഗത്തും നാടകരചന ലോകത്തിലേക്കുമുള്ള മടങ്ങിവരവിന് MGSന് പിന്തുണയേകുന്നുണ്ട്. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. നാടകരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേലൂർ ഇഫ് ക്രിയേഷൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. ആദരച്ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സെക്രട്ടറി ബാബു കീഴ്വീട്ടിൽ, വൈസ് പ്രസിഡന്റ് TP അജിത് കുമാർ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത ആഘോഷമായ മകരം തിരുനാളിനെ കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ മറഡോണ പീറ്റർ, കൈക്കാരന്മാർ ഡേവിസ് ചിറ്റിലപ്പള്ളി, OP കുര്യാക്കോസ്, ജോജോ പനക്കൽ, ജോസഫ് ഓക്കെ, പബ്ലിസിറ്റി കൺവീനർ PJ ബിജു എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ സപ്ലിമെന്റിന്റെ പ്രകാശനവും ഉണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ നവനാൾ കുർബാനയും ദീപാലങ്കാരവും നടക്കും. 23-ന് 35 കുടുംബ യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണങ്ങളും തേര് മത്സരവും, 24-ന് പ്രസുതേന്തി വാഴ്ച, തിരുനാൾ ആഘോഷമായ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, 25-ന് നാടകം, 26-ന് ഇടവക ദിന ആഘോഷങ്ങൾ, യൂണിറ്റുകളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. പുന്നൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി 20-ന് മകരച്ചൊവ്വ ദിവസം പൊങ്കാലയും ഭദ്രകാളി പൂജയും, 21-ന് പ്രതിഷ്ഠാദിനവും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മകരച്ചുവ ദിവസം കാലത്ത് 9:30 പൊങ്കാലയിടൽ, 10:30 പൊങ്കാല സമർപ്പണം, വൈകിട്ട് 6:30 ദീപക്കാഴ്ചയും 7 മണിക്ക് ഭദ്രകാളി പൂജയും നടത്തും. പൊങ്കാലയിടാൻ വരുന്നവർ രാവിലെ 9 മണിക്ക് മുമ്പായി ക്ഷേത്രത്തിലെത്തി 20 രൂപ രശീതാക്കണം. പൊങ്കാലയിടുന്നവർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണമുണ്ടായിരിക്കും. ആവശ്യമുള്ളവർക്ക് പൊങ്കാലക്കിറ്റ് ക്ഷേത്രത്തിൽ 250 രൂപയടച്ചാൽ ലഭിക്കും. ക്ഷേത്രം മേൽശാന്തി നാരായണൻകുട്ടി കരുമത്ര, കോമരം റനീഷ് മാഞ്ചർക്കൽ തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകും. പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായി ജനുവരി 21 രാവിലെ 5:30 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശിധരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30 മുതൽ പ്രസാദഊട്ടുമുണ്ടാകും. ഈ വർഷത്തെ വേലമഹോത്സവം ഏപ്രിൽ 9 വ്യാഴാഴ്ച കൊടിയേറ്റം നടത്തി ഏപ്രിൽ 19 ഞായറാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് സ്വന്തമാക്കിയ ഉടുക്കുവാദ്യ കുലപതി ചെറുമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയെ BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. അയ്യപ്പൻ വിളക്ക് മഹോത്സവങ്ങളിൽ ധർമ്മശാസ്താവിന്റെ ജീവചരിത്ര വർണ്ണനകൾ ഉടുക്കുപാട്ടിലൂടെ ജനഹൃദയങ്ങളിലേക്ക് പകർന്ന നാടിന്റെ സന്ദേശവാഹകരാണ് വാസുണ്ണി ആശാനും സംഘവുമെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് TJ ജെബിൻ പൊന്നാടയണിച്ച് ആദരിച്ചു. മണ്ഡലം ട്രഷറർ KV വിഗീഷ്, പ്രഭാകരൻ പുഴങ്കര, ഷിബിൻ അഗതിയൂർ, NV ഷാജി എന്നിവർ പങ്കെടുത്തു. പുന്നൂർക്കുളം കൂട്ടായ്മ പാലിയേറ്റീവും അൻസാർ കോളേജും സംയുക്തമായി പാലിയേറ്റീവ് ദിനം ആചരിച്ചു. അൻസാർ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ പ്രിൻസിപ്പൽ ജംഷീന ആമുഖ പ്രഭാഷണം നടത്തി. കൂട്ടായ്മ പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ നദീറ സലിം, ജലീൽ ചന്ദനത്ത്, KV മുഹമ്മദ് ഹാജി, ദിവാകരൻ പനന്തറ എന്നിവർ പങ്കെടുത്തു. IPAC ലീഡർ രാമകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള യൂണിവേഴ്സിറ്റി ആരോഗ്യ വിഭാഗം MDS പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ കീർത്തി PK ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് പന്തല്ലൂർ വീട്ടിൽ കേശവൻ ബിന്ദു ദമ്പതികളുടെ മകളും കളമശ്ശേരി HMTയിലെ എഞ്ചിനീയർ KS അതുലിന്റെ ഭാര്യയുമാണ്. ഗുരുവായൂരിലെ കോട്ടപ്പടി മേഖലയിൽ രാത്രികാലങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യമെന്ന ആക്ഷേപം. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോട്ടപ്പടി സ്റ്റോറീസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് സെബി താണിക്കൽ അധ്യക്ഷനായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,145 രൂപ, സ്വർണ്ണം പവന് 1,05,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 292 രൂപ. ചരമം. കല്ലമ്പുറം ചെറുവത്തൂർ പരേതനായ ഉട്ടൂപ്പിന്റെ ഭാര്യ കുഞ്ഞാറം നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം കല്ലമ്പുറം സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വിസ്മയ പ്രകടനങ്ങളോടെ കലയുടെ പൂരം ശക്തന്റെ മണ്ണിൽ തുടരുന്നു. കിരീടപ്പോരിൽ കണ്ണൂർ മുന്നിൽ, തൃശ്ശൂരും കോഴിക്കോടും തൊട്ടുപിന്നിൽ. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസും DJ പാർട്ടിക്കാരുടെ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. പുന്നൂർ തീരദേശ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാതെ സർവീസ് നടത്തുന്നത് തുടരുകയാണെന്ന ആക്ഷേപം. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. അപകടം പെരുമ്പിലാവ് സെന്ററിൽ വ്യാഴാഴ്ച രാത്രി 10:30 പുകയുയർന്നതോടെ യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.